എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാനെടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാനേതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവര് ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല. കാര്യം എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെടുത്തി വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തരാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എന്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന്റെ പേരിൽ അവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് കുറെ നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9.5 പവൻ ഉണ്ടതുപോലെ എനിക്ക് കയ്യിലായിരുന്നു. എന്റെ മരണത്തിന് ആയിഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എന്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ആരും നോക്കുമെത്ത് ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോവാ. എന്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാല് ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം? എത്ര ദിവസം എത്ര നിമിഷം എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ അവരൊന്നും തന്നെ. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് പ്രിയമുള്ളവരെ നാം കേൾക്കുന്നത് ജസീലയുടെ മരണം. ജസീലയുടെ യഥാർത്ഥ കുറ്റവാളി അവളുടെ മരണത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കേട്ടവരായിരിക്കാം. മാധ്യമങ്ങൾ പോലും അറിയാത്ത ചില രഹസ്യങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10. ഈ റഹ്മത്തിൻ്റെ 10 വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണയുടെ 10. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റാഹിമീൻ. കരുണ ചെയ്യണേ റബ്ബേ, കരുണ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്ന അല്ലാഹുവേ, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റാഹിമീൻ. ഇന്ന് നിരന്തരമായി പള്ളികളിൽ പോയി അതുപോലെ തറാവി നമസ്കാരങ്ങൾക്ക് ശേഷം നിരന്തരമായി പ്രാർത്ഥനയാണ്. എന്നിട്ട് എന്ത് കാര്യം? ഈ പെൺകുട്ടി ഒരു ചെറിയ ഇത്തിരി കരുണ കാണിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടിരിക്കുമായിരുന്നു. ഒരാൾക്കും കരുണ കാണിക്കാൻ മനസ്സ് തോന്നില്ലല്ലോ. പാവം, ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ അല്ലേ മരണം ഖൈറ എന്നോ വിചാരിച്ചു പോയെന്തോ. പാവം, പരിശുദ്ധ റമദാൻ മാസത്തിലും അതും കരുണയുടെ മാസത്തിൽ ഒരു ഇത്തിരി കരുണ ആരും കാണിച്ചില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് വേദനത്ത് അങ്ങ് തൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കി. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ജനങ്ങളോട് കരുണ കാണിക്കാത്ത നാം അള്ളാഹുവിനോട് കരുണ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഇത്തിരി കരുണ പോലും നമുക്ക് കിട്ടൂല. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. നാം ആരോടും കരുണ ചെയ്യൂല.
നമുക്ക് ആരോടൊരു സ്നേഹവുമില്ല, ഒന്നുമില്ല. നമുക്ക് ധാരാളം ഇങ്ങോട്ട് സ്നേഹം കിട്ടണം, ഇങ്ങോട്ട് കരുണ കിട്ടണം, അള്ളാഹുവിൻ്റെ കരുണ ഇങ്ങോട്ട് കിട്ടണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു ചെറിയ കരുണ ആ മോളോട്, ആ ആ പെൺകുട്ടിക്ക് പിഞ്ചു മക്കളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആര് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഭർത്താവും പോലും വിശ്വസിക്കുന്നില്ല. ആരോട് പറയാനാണ്? പോലീസുകാരോട് പറഞ്ഞാൽ അവരും വിശ്വസിക്കുന്നില്ല. ഞാൻ മരിച്ചിട്ടെങ്കിലും സത്യം തെളിയുമെന്നോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ജീവനൊടുക്കി. ചില വാർത്തകൾ നമ്മെ കേൾക്കുമ്പോൾ വേദനയുണ്ട്, ചില വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. നമുക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, പെൺകുട്ടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞെന്ന് മാത്രമല്ലല്ലോ, മോഷ്ടിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, മോഷ്ടിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല, ഭർത്താവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ രണ്ടാളെ പിരിയിച്ചു. അങ്ങനെ അവസാന ഘട്ടത്തിൽ ഭർത്താവ് ഒറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ പിന്നെന്ത് ചെയ്യണമെന്ന് തോന്നി സഹോദരിക്ക്. അള്ളാഹു കാക്കട്ടെ. ഈ ഒരു തീർമാനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എത്ര വല്ല മനവേദന ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തി ഒരുപാട് സംഭവങ്ങളെല്ലാം പഠിച്ചവരാണ്. സ്വഹാബത്തിൻ്റെ കാലത്ത് അല്ലേ, ചെറിയ പെൺകുട്ടിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? എത്ര ചെറിയ പെൺകുട്ടിയാണ്, ചെറിയ പെൺകുട്ടി അല്ലേ, വിവാഹം കഴിക്കുമ്പോൾ തന്നെ ചെറിയ പെൺകുട്ടിയാണ്. എന്നാലോ ആയിഷ റളിയല്ലാഹു അൻഹ ഇതുപോലെ വ്യഭിചാരം ആരോപം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നാട്ടുകാർ വെറുത്തു, എല്ലാവരും വെറുത്തു. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിൽ പോയി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആര് വെറുത്താലും നിങ്ങൾ എന്നെ വെറുക്കരുത്, എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലയച്ചു അല്ലേ. വീട്ടിലയച്ചപ്പോൾ വാപ്പയോടും ഉമ്മയോടും പോയി പറഞ്ഞു, വാപ്പ ഉമ്മ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ അത്രക്കാരിയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞു. എന്നാൽ റസൂൽ വെറുത്ത ഒരാളെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ? അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ ഉമ്മയും ദൂരത്താക്കുന്നു, ഒറ്റപ്പെടുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇങ്ങനൊരു സംഭവം എൻ്റെ പ്രിയപ്പെട്ട ചരിത്രത്തിൽ എന്തിനാണ്? പ്രവാചകനൊക്കെ അറിയാം ഇത് സത്യസന്ധമായി നടന്നിട്ടില്ല. എന്നാൽ ജനങ്ങളെ മുമ്പിൽ ഇത് മാതൃകയാകണം. സ്വഹാബി വനിതകൾ തന്നെ മാതൃകയാകണം. നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവരും ഒറ്റപ്പെടുത്തി ഒറ്റക്കാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾ കിട്ടും നബിയെ, ഒഴിവാക്കുക, വേണ്ടാന്ന്, അത്തരക്കാർ വേണ്ടാന്ന് പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഒറ്റപ്പെട്ടതുപോലെ കുടുങ്ങിയിരിക്കുകയാണ്. ആരോടും പറയാൻ പറ്റുന്ന എല്ലാവരും ഒഴിവാക്കി. ഒരു ദിവസം മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയുടെ അരികിൽ വരുന്നൊരു സംഭവമുണ്ട്. ഒന്ന് ചോദിക്കുന്നു, ആയിഷ നീ എങ്ങനെ പിടിച്ചു നിന്നു? ആയിഷ എങ്ങനെ പിടിച്ചു നിന്നു? നീ അത്തരക്കാരിയല്ല എന്നെനിക്ക് വഹി വന്നിരിക്കുന്നു, നീ പരിശുദ്ധിയാണ്, നീ അങ്ങനെ വ്യഭിചാരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കൊരു വഹി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസ്ർ, ഹസ്ബുനല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹ് ഉണ്ട്, അല്ലാഹ് മതി എന്ന ഒറ്റ കരുതൽ ആയിഷ പിടിച്ചു നിന്നു. അങ്ങനെ ആകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. നാണം കെടുത്തും, ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ആരും വിശ്വസിക്കാനുണ്ടാവില്ല. എന്നാൽ കൂടെ അള്ളാഹു ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും കൈവിടില്ല. നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നു. ഇതിൽ അഫ്രീദ് എന്ന് പറയുന്നവന് എന്തോ ഒരു കട തുടങ്ങാൻ വേണ്ടി, ഒരു ഫാൻസി എന്തോ കട തുടങ്ങാൻ വേണ്ടി കുറച്ച് സ്വർണം കൊടുത്തിരുന്നു. ആ സ്വർണം തിരിച്ചു ചോദിക്കുമെന്ന് ഇവർക്ക് പേടി തോന്നി. അപ്പോൾ ഇവളൊരു മോഷ്ടാവായി ചിത്രീകരിക്കാനുള്ള പ്ലാനാണ് ഇവർ ചെയ്തത്. അങ്ങനെ ചെയ്ത് പിന്നെ ആരും അങ്ങനെ അഫ്രീദിൻ്റെ കുടുംബത്തിൽ, അവളുടെ ബന്ധുക്കളുടെ കുടുംബത്തിൽ നടക്കുന്ന ആ കല്യാണത്തിൽ സ്വർണം ആരോ മോഷ്ടിക്കുന്നു. പിന്നെ ഇത് ഇവളാണ്, ജസീലയാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നു. ആ സ്വർണം ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു, ഈ മോഷ്ടിക്കാത്ത സ്വർണം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? എൻ്റെ കയ്യിൽ വേണ്ട കൊടുക്കാൻ, ഉണ്ടെങ്കിലല്ലേ കൊടുക്കുന്നത്. പലരെയും പറഞ്ഞ് ധരിപ്പിച്ചു, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, ഞാനങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. ആരെ ബോധിപ്പിച്ചാൽ ആരും സ്വീകരിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? മാനസികമായി അങ്ങ് തളർന്നു പോയി. ഈ മാനസികമായി തളർത്തിയവരുണ്ടല്ലോ, അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ കുട്ടിക്കളിയല്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് ആ വേദന തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും.
പാവം അള്ളാഹു ജസീലാക്ക് പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെങ്ങന്മാർ, സഹോദരന്മാർ, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഭർത്താവിൻ്റെയും അതുപോലെ വീട്ടിലെ അമ്മായിമ്മയുടെയും അതുപോലെ നാത്തുന്മാരുടെയും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുത്തിയിരുന്നു. എല്ലാവരും സ്വന്തം മാതാപിതാക്കൾ വരെ ഒറ്റപ്പെടുത്തി. ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്ന ആയിഷ റളിയല്ലാഹു അൻഹ, ആരും കൂടെയില്ല, ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിലും പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിടിച്ചു നിൽക്കണം. കാരണം നമ്മുടെ എല്ലാമായ അള്ളാഹു പറയുന്നത് നമ്മുടെ സ്വയം ജീവൻ നാം ഒടുക്കരുത് എന്ന്, അത് മഹാപാപമാണ് എന്നാണ്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്. അള്ളാഹു പൊരുത്തു കൊടുക്കും. അള്ളാഹു പൊരുത്തു കൊടുക്കാൻ വേണ്ടി നാം ജസീലാക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പൊന്നുമക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു അല്ലേ? ആ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കടന്ന് ഉറങ്ങേണ്ട ആ പ്രായത്തിൽ ഉമ്മയില്ലാതെയായി. ആ പിഞ്ചു കൈകൾ ശൂന്യമായി മാറി. യാ അല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ചില ആളുകൾക്കുണ്ട് മറ്റുള്ളവർ എത്ര മാറിയാൽ പ്രശ്നമില്ല, അതൊരുക്കൊരു ചുക്കുമല്ല. ഓരോ വീട്ടിൽ നാം ചിന്തിക്കണം. നാം ഒരാളെ നാണം കെടുത്തുമ്പോൾ ആ നാണം കെടുത്തുന്ന വ്യക്തി ഏതോ ഒരു വീട്ടിലെ മക്കളുടെ ഉപ്പയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയുടെയും ഉപ്പയുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഭാര്യയായിരിക്കാം. അവരുടെ മുമ്പിൽ അഭിമാനത്തോട് അന്തസ്സോടു കൂടി ജീവിച്ച അയാൾ പെട്ടെന്ന് നിങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ അവൾക്ക് താങ്ങാനും സഹിക്കാൻ പറ്റൂല. പിന്നെ അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പിച്ച ആൾ നാം മാനസികമായി അവൾ മരിച്ചതല്ല, അവളെ നാം കൊന്നുകളഞ്ഞതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ കരുണയുടെ മാസത്തിൽ പോലും ഒരിത്തിരി കരുണ കിട്ടാതെ നമ്മിന്ന് വിട പറഞ്ഞു പോയ ജസീലക്ക് അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ആരെയും കുറ്റപ്പെടുത്താനോ മനസ്സ് വേദനിപ്പിക്കാനോ തെളിവുകളില്ലാതെ ഒന്നും പറയാൻ പോകരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണയാണ് ജസീല. ഇനി എന്നെപ്പോലെ ആരും കഷ്ടപ്പെടരുത്, ഞാൻ മരിച്ചിട്ടെങ്കിലും നീതി കിട്ടുമെന്ന് പറഞ്ഞ് അവൾ മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വാർത്തയിൽ കേൾക്കുന്നത് പോലെയല്ല ചില കാര്യങ്ങളൊക്കെ. ചിലത് വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. നമുക്കൊരാളെ ഒറ്റപ്പെടുത്താൻ സെക്കൻഡുകളും മതി, പക്ഷേ അവരുടെ മനസ്സിൻ്റെ വേദനത്തിൻ്റെ ആഴം അതറിയണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.